അപ്പോൾ വിഷുക്കണി വെക്കാനായിട്ട് കുറേ ഫ്രൂട്ട്സ് വാങ്ങിച്ചതിന്റെ കൂട്ടത്തിൽ കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. വിത്തിൻ ഫ്യൂ ഡേയ്സ് ഈ പഴം ഭയങ്കരമായിട്ട് അങ്ങോട്ട് പഴുത്തു. വെറുതെ കഴിക്കാൻ ഒരു താല്പര്യം ഇല്ലാത്തപ്പോഴാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. ദിസ് ഈസ് ചോക്ലേറ്റ് ബനാന ബ്രെഡ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ഇതിനു മുന്നേ ഞാൻ എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല എന്ന് ഞാൻ ആലോചിച്ചു. കാരണം നമ്മളുടെയൊക്കെ വീട്ടിൽ മിക്കപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഈ കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു ബോളിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഒരു 45 മിനിറ്റ്സ് അവനിൽ വെച്ചാൽ നമ്മളുടെ ബനാന ബ്രെഡ് റെഡിയാവും. വെറും ബനാന ബ്രെഡ് അല്ല, ചോക്ലേറ്റ് ബനാന ബ്രെഡ്. ഈ ബനാന ബ്രെഡ് എപ്പോഴാണ് ഇത്രയും ഫേമസ് ആയെന്ന് നിങ്ങൾക്കറിയോ? 1930 USA ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന എക്കണോമിക് ക്രൈസിസ് വന്നപ്പോൾ ആൾക്കാർ ജോലിയില്ലാതെയും പൈസ ഇല്ലാതെയും വലയാൻ തുടങ്ങി. ആ സമയത്ത് ഒരുപാട് പഴുത്ത് ഇവൻ ചീയാറായ പഴം പോലും ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് വന്ന ഒരു ഐറ്റമാണ് ഈ ബനാന ബ്രെഡ്. എന്താ അല്ലേ? അല്ല, ഇനിയൊരു ഗ്രേറ്റ് ഡിപ്രഷൻ വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ടല്ലോ ഈ ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ, അല്ലേ? അപ്പോൾ ഡു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ.